ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കണം. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ വൈകുന്നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അനിയൻ അവൻ്റെ 3ാം ക്ലാസ്സിലെ കാര്യമൊക്കെ എടുത്തിട്ട് അവനിങ്ങനെ ഒരു എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതെന്താണ് എക്സ്പെരിമെൻ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഈ ചേമ്പളിയിലൊക്കെ വെള്ളമൊക്കെ ഒറ്റിച്ചിട്ട് ഒരു ഇത് ചെയ്യത്തില്ലേ, അത് ബോൾ പോലെ നിൽക്കത്തില്ലേ. നമ്മളൊക്കെ അത് കുറേ കണ്ടിട്ടുണ്ട് ഗൈസ്. പക്ഷേ അനിയത്തി ആദ്യമായിട്ടാണ് കാണാൻ പോണത്. അവൾക്ക് അത് കാണണമെന്ന് വലിയ ആഗ്രഹമായി. അപ്പോൾ പിന്നെ അവൾക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ 2 ചേമ്പലയൊക്കെ പറിച്ചിട്ട് വന്ന് വെള്ളമൊക്കെ ആക്കി കാണിച്ചു കൊടുക്കുകയാണ് അവൾക്ക്. അങ്ങനെ അവൾക്ക് അത് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ ഒരു അങ്കിള് വള്ളത്തേക്കൂടെ പൊല്ലി എത്തിയിട്ടൊക്കെ പോണത് കണ്ടത് കേട്ടോ. അപ്പോഴാണ് ഗൈസ് ഞങ്ങളൊരു കാഴ്ച കണ്ടത്. ഒരു ചത്ത മീൻ അവിടെ കൂടി ഒഴുകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് അതിനെ കോരി കാണിച്ചു കൊടുത്തു കേട്ടോ. പക്ഷേ അതിന് നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പം തന്നെ ഞങ്ങളത് കളയുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടയിൽ കോരിയിട്ടേക്കുന്ന കട്ടയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അവൾ അതിൻ്റെ കൂടിയൊക്കെ നടക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവൾക്കൊരു ചെറിയൊരു കളി അങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ അവത്തെ കൂടെയൊക്കെ നടക്കാൻ. നിങ്ങൾ ഇതുപോലെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് നടക്കാൻ പോകണമെന്നായി ഗൈസ്. അപ്പം ഞാനും അച്ചുവും രാധിയാമ്മയും കൂടി പോവുകയാണ്. വള്ളത്തെ നേരത്തെ വന്ന അങ്കിൾ കേട്ടോ. ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ നേരത്തെ. ഇത് ആൻറ്റിയുടെ വൈഫാണ്. ഇതൊരു വീടാണ് കേട്ടോ. ഇത് അവൻ്റെ മകനാണ്. അങ്ങനെ വലയൊക്കെ എടുക്കണം കേട്ടോ അങ്കിള്. ഒരു 2-3 പള്ളത്തി കുഞ്ഞിനെ കിട്ടിയെന്ന് തോന്നുന്നു. അവിടെ പള്ളത്തിയാണ് കൂടുതലും കിട്ടാൻ സാധ്യതയുള്ളത്. പിന്നെ ചെമ്പല്ലിയൊക്കെ വേറെ മീനൊക്കെ കിട്ടണമെങ്കിൽ നല്ല വലിയ വല വേണം കേട്ടോ. അങ്ങനെ വല എടുത്തപ്പോഴത്തേക്കും ഒരു പള്ളത്തിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മഞ്ഞ കളറിലുള്ള പള്ളത്തിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുക, ആൻറ്റിയുടെ മകൻ വന്ന അവൻ്റെ പേര് ഏബലെന്നാണ് കേട്ടോ. ഇത്ര നേരം TV കണ്ടുകൊണ്ടിരുന്ന എൻ്റെ അനിയനാണ് കേട്ടോ ഓടി വരുന്നത്. അങ്ങനെ അവസാനം ആ വലയിൽ നിന്ന് കിട്ടിയത് 2 പള്ളത്തി 1 പരലുമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.